ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്ററായ ഹ്യൂമനിസത്തിൻ്റെ 4ാമത്തെ ഭാഗമാണ് പറയുന്നത്. അപ്പം നമ്മൾ മുന്നത്തെ ഭാഗത്തിൽ റിനൈസൻസ് വന്നതോടുകൂടി അവിടെ ആർട്ട്, അതേപോലെ തന്നെ പെയിൻറ്റിങ്, ഇതിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പറഞ്ഞു. ഇനി സ്കൾപ്ചറിലുള്ള മാറ്റം എന്തായിരുന്നു, അതായത് ശില്പകലയിൽ നവോത്ഥാന കാലഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ഡൊണാറ്റെല്ലോ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കൾപ്ചേഴ്സ് ഓഫ് ദ റിനൈസൻസ് പീരീഡ് എന്നാണ്. മധ്യ കാലഘട്ടത്തിന് ശേഷം അവിടെ നവോത്ഥാനം വന്നു എന്നും ഈ നവോത്ഥാന കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കൾപ്ചർ ആയിരുന്നു ആരെന്നറിയോ? ഡൊണാറ്റെല്ലോ. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കൾപ്ചറിൻ്റെ പേരാണ് ഡേവിഡ് കേട്ടോ. ദ ഐക്കോണിക് ബ്രോൺസ് സ്കൾപ്ചറാണ്. വെങ്കലം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വെങ്കല ശില്പമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. കൗമാരക്കാരനായിട്ടുള്ള ദാവീദ് എന്ന് പറയുന്ന ഒരു ശില്പം. കൗമാരക്കാരനെ അല്ലേ, അതായത് തൻ്റെ ഒരു കാലിൽ ശരീരഭാരം പൂർണ്ണമായിട്ടും താങ്ങി നിൽക്കുന്ന ഒരു കൗമാരക്കാരനായിട്ട് ഉള്ള ദാവീദിനെയാണ് അദ്ദേഹം വെങ്കല ശില്പത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് നോട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഗത്താമലത്ത എന്ന് പറയുന്ന ഗട്ടാമലറ്റ, അത് നോട്ടബിൾ വർക്കാണ്. അതും ഡൊണാറ്റെല്ലോയുടെ തന്നെയായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു കുതിരപ്പുറത്തുള്ള ഒരു യോദ്ധാവിൻ്റെ ശില്പമാണ്. ഒരു സോൾജിയറിൻ്റെ ചിത്രം അല്ലെങ്കിൽ ഒരു സോൾജിയറുടെ ശില്പമാണ് ഗട്ടാമലറ്റയിൽ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഡൊണാറ്റെല്ലോയെ ഒരു ഇമ്മോർട്ടലൈസ് ചെയ്യുന്ന ഒരു ശില്പങ്ങളായിരുന്നു എന്നുള്ളതാണ്. ശില്പകലയുടെ പ്രാധാന്യം വളരെയധികം നിലനിൽക്കുന്ന ഒരു, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലം കൂടിയായിരുന്നു റിനൈസൻസ് കാലം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് മൈക്കലാഞ്ചലോ ആണ്. മൈക്കലാഞ്ചലോയുടെ ശില്പങ്ങളുണ്ടായിരുന്നു. അദ്ദേഹവും നേരത്തെ ഉണ്ടായിരുന്ന മിഡീവൽ ഏജിൽ ഉണ്ടായിരുന്ന ഗ്രീക്കോ റോമൻ ശൈലിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അല്ലേ ശില്പങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങിയെന്നും അതിൻ്റെ ഭാഗമായിട്ട് പിയാത്ത എന്ന് പറയുന്ന ഒരു ശില്പം, പിയാത്ത ഒരു ശില്പമാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ശില്പത്തിൻ്റെ ഉടമയായിട്ടിരിക്കുന്നത് മൈക്കലാഞ്ചലോയാണ്. എന്താ പിയാത്തയുടെ പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന വെർജിൻ മേരിയാണ് കേട്ടോ. ആ വെർജിൻ മേരിയുടെ, അതായത് പോർട്രേറ്റ്സ് ആണ് ദാറ്റ് വെർജിൻ മേരി വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഓൺ ഹർ ലാപ്പാണ് കേട്ടോ. അതാണ് ആ ഒരു പിയാത്ത എന്ന് പറയുന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്നത്, ശില്പത്തിലുണ്ടായിരുന്നത്. അതേപോലെ വേറെ ഒരു ശില്പം കൂടി ഉണ്ടായിരുന്നു, ദാവീദിൻ്റെ ശില്പം, അതായത് ഡേവിഡ് സ്കൾപ്ചറാണ്. ഡേവിഡിൻ്റെ സ്കൾപ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് രണ്ടും മൈക്കലാഞ്ചലോയെ അനശ്വരമാക്കിയിട്ടുള്ളതാണ്, ഇമ്മോർട്ടലൈസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ ഈ 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള, അല്ലെങ്കിൽ മാച്ച് ദ കോളത്തിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് ഇതിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക. പിന്നെ മറ്റൊരു ഫീൽഡാണ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ വാസ്തുവിദ്യയാണ്. ചിത്രകല, ശില്പകല അതൊന്നും അല്ലാതെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള മേഖലയായിരുന്നു വാസ്തുവിദ്യയുടേത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫിലിപ്പോ ബ്രൂണലെസ്കിയാണ് കേട്ടോ. ഫിലിപ്പോ ബ്രൂണലെസ്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർക്കിടെക്ചറായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് നേരത്തെ മിഡീവലിലുണ്ടായിരുന്ന സ്റ്റൈലുകളൊക്കെ മാറ്റിയിട്ടാണ് എല്ലാം. ആർക്കിടെക്ചറിലുണ്ട്, അതേപോലെ തന്നെ സ്കൾപ്ചറിലുണ്ട്, ആർട്ടിലുണ്ട്, പെയിൻറ്റിങ്ങിലുള്ള ഒക്കത്തിലും മിഡീവൽ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് അല്ലേ, ക്ലാസിക്കൽ സ്റ്റൈൽ അല്ലെങ്കിൽ ഗ്രീക്കോ റോമൻ സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു രീതിയാണ് അവിടെ വന്നിട്ടുള്ളത്. ആ പുതിയ രീതി ഗോതിക് സ്റ്റൈൽ മാറ്റിയിട്ട് ഡോംസ് അല്ലെങ്കിൽ ഡ്യുമോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഡോംസ് അല്ലെങ്കിൽ ഡ്യുമോ എന്ന പേരിലാണ് ഗോതിക് സ്റ്റൈലിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു പുതിയ രീതിൻ്റെ പേരാണ് ഡൊമോസ് അല്ലെങ്കിൽ ഡോംസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്.
അപ്പോൾ അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിൻ്റെ പേര് ഫിലിപ്പോ ബ്രുനല്ലേസി ആണ്. അദ്ദേഹത്തിൻ്റെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രിക്കോ റോമൻ ക്ലാസിക്കൽ സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് കത്തീഡ്രൽ ദേവാലയങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ്. ഫ്ലോറൻസിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ദേവാലയങ്ങളൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതിൽ നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് മൈക്കലാഞ്ചലോയും അതുപോലെ ബ്രമൻ്റെ എന്ന് പറയുന്ന വ്യക്തിയും ഒരു പുതിയ തരത്തിലുള്ള ആർക്കിടെക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അവിടെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് റിനൈസൻസ് ലിറ്ററേച്ചറാണ്. സാഹിത്യത്തിലേക്ക് പോവുക കേട്ടോ. റിനൈസൻസിൻ്റെ സാഹിത്യം. ഈ സാഹിത്യകൃതിയെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും ഇൻഡിവിജ്വൽ ലിബർട്ടിക്കും സെക്കുലർ വാല്യൂസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സാഹിത്യകൃതികളായിരുന്നു ആ കാലത്തത്. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ലിറ്ററേച്ചർ സാഹിത്യകൃതികളായിരുന്നു ആ കാലഘട്ടത്തിലുള്ള. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രാദേശിക ഭാഷയിൽ അല്ലേ അതായത് റീജിയണൽ ലാംഗ്വേജസിലൊക്കെ ആയിരുന്നു ഇവർ സാഹിത്യരചനകളൊക്കെ നടത്തിയിരുന്നത് എന്ന്. അപ്പോൾ അങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രകാരനായിരുന്നു ഡാൻറ്റെ എന്ന് പറയും. ഡാൻറ്റെ. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടത് റിനൈസൻസ് കാലഘട്ടത്തിൽ വരുന്നതിന് മുമ്പ് സ്കൊളാസ്റ്റിസിസം എന്ന് പറയുന്നത്, അതായത് ദൈവത്തിനെ സ്തുതിക്കുന്ന ഒക്കെ ദൈവശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാഹിത്യരചനകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് മനുഷ്യത്വത്തിന് മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു നവോത്ഥാന കാലഘട്ടത്തിലെ സാഹിത്യകൃതികളിലും ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഡാൻറ്റെ അല്ലേ. അതൊരു ഡിവൈൻ കോമഡി എന്ന് പറയുന്ന ഒരു സാഹിത്യരചന നടത്തിയിട്ടുള്ള ആളാണ് ഡാൻറ്റെ. ഡാൻറ്റെ ഈസ് എ റിനൗണ്ട് ഓഥർ ഓഫ് ഡിവൈൻ കോമഡി, വാസ് എ പ്രൊമിനൻ്റ് ലിറ്റററി ഫിഗർ ഡ്യൂറിങ് ദ റിനൈസൻസ് പീരീഡ് എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഡാൻറ്റേൻ്റെ കൃതിയുടെ പേരാണ് ഡിവൈൻ കോമഡി. അത് എഴുതിയിട്ടുള്ളത് റീജിയണൽ ലാംഗ്വേജസിലായിരുന്നു. അപ്പോൾ റീജിയണൽ ലാംഗ്വേജസിലാകുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും വായിക്കാൻ പറ്റുന്ന വിധത്തിലായി അല്ലേ. അപ്പം ഡിവൈൻ കോമഡിയുടെ പ്രത്യേകത നരകത്തിനെ പറ്റിയിട്ട്, അതേപോലെ ശുദ്ധീകരണ സ്ഥലം, അതുപോലെ സ്വർഗം എന്നിവയിലൂടെയുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള തീർത്ഥാടനമാണ് തൻ്റെ കവിതയുടെ പ്രമേയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡാൻറ്റെയുടെ ഡിവൈൻ കോമഡിയിൽ ഈ നരക ജീവിതങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശുദ്ധീകരണത്തെ പറ്റിയിട്ട് സ്വർഗത്തിനെ പറ്റിയിട്ടൊക്കെ ഒരു സാങ്കല്പിക തീർത്ഥാടനം അതാണ്. കൂടാണ്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാജ്യസ്നേഹം, മനുഷ്യസ്നേഹം, പ്രകൃതി സ്നേഹം ഇതൊക്കെ ഈ കൃതികളിലൊക്കെ ഉണ്ടായിരുന്നു. ഡിവൈൻ കോമഡിയിലും ഉണ്ടായിരുന്നു എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട റൈറ്ററായിരുന്നു പെട്രാർക്ക് എന്നാണ്. വേൾഡ് റിനൗണ്ട് റൈറ്റർ എന്ന് പറയും പെട്രാർക്ക്. എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പെട്രാർക്കിനെയാണ് നമ്മൾ ഈ ഹ്യൂമനിസത്തിൻ്റെ ഫാദർ എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഹ്യൂമനിസത്തിൻ്റെ ഫാദറായിട്ട് വിശേഷിപ്പിക്കുന്നത് പെട്രാർക്കിനെയാണ്. ആൻഡ് ലീഡിങ് എക്സ്പോണൻ്റ് ഓഫ് ഹ്യൂമനിസം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ഹിസ് സോണറ്റ്സ് അഡ്രസ്സിങ് ലൗറ റിഫ്ലക്റ്റഡ് എ ബോൾഡ് ആൻഡ് യുണീക്ക് സ്റ്റൈൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ എന്ന് പറയുന്നത് വളരെ ധീരമായിട്ടുള്ള വേറിട്ട ശൈലിയുള്ള ഒന്നായിരുന്നു എന്നാണ്. ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ, ഹിസ് സോണറ്റ്സ് അഡ്രസ്സിങ് ലോറ എന്നാണ്. റിഫ്ലക്റ്റഡ് എ ബോൾഡ് ആൻഡ് യുണീക്ക് സ്റ്റൈൽ. ഇനി മറ്റൊരു റൈറ്ററായിരുന്നു ബൊക്കാച്ചിയോ എന്ന് പറയുന്നത്. ബൊക്കാച്ചിയോ എന്നും പറയും. ഈ ബൊക്കാച്ചിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതിയാണ് ഡെക്കാമറോൺ. ബൊക്കാച്ചിയോയുടെ കൃതിയാണ് ഡെക്കാമറോൺ. ഇതൊക്കെ ഓർത്ത് വെക്കുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യനോ മാച്ച് ദ കോളമോ ഒക്കെ വരുന്ന, അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ എക്സ്പ്ലെയിൻ ദ ലിറ്ററേച്ചർ ഓഫ് റിനൈസൻസ് പീരീഡ് എന്ന് പറയുമ്പം എഴുതാൻ പാകത്തിനൊക്കെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടത്. ഇനി മറ്റൊരു വ്യക്തിയായിരുന്നു ആരെന്നറിയോ? മാക്യവെല്ലി. നിക്കോളോ മാക്യവെല്ലി എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കായിരുന്നു ദ പ്രിൻസാണ് നിക്കോളോ മാക്യവെല്ലിയുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക്. അതൊരു പൊളിറ്റിക്കൽ തോട്ടായിരുന്നു എന്നാണ്. ശരിക്കും ഒരു രാഷ്ട്രീയ ചിന്തകളെ പങ്കുവയ്ക്കുന്ന ഒരു കൃതിയായിരുന്നു ഈ പ്രിൻസ് എന്ന് പറയുന്ന കൃതി. അതിൽ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റൂളേഴ്സ് എങ്ങനെയായിരിക്കണം,
അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ കൃതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഹി ബിലീവ്ഡ് ദാറ്റ് റൂളേഴ്സ് paramount responsibility is to maintain the authority and security of the state എന്ന രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം, അതിൻ്റെ ആധികാരികത, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു റൂളർ ചെയ്യേണ്ടത് എന്നാണ്. അതേപോലെ തന്നെ ഒരു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഷുഡ് റിമെയിൻ ഇമ്പാർഷ്യൽ ആയിരിക്കണം. ഇമ്പാർഷ്യൽ ആവുക എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവരോട് പാർഷ്യൽ ആവാണ്ടിരിക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, മറ്റുള്ളവരുടെ പിന്നെ പ്രത്യേക എന്താ പറയുക പക്ഷപാതപരമായിട്ട് പെരുമാറുക, അങ്ങനെ ചെയ്യുന്ന ആളാവരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ പിന്നെ ഈ പ്രിൻസ് എന്ന് പറയുന്ന ദ പ്രിൻസ് എന്ന് പറയുന്ന തൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, ഒരു ഭരണാധികാരി ഒരിക്കലും ഇമ്പാർഷ്യൽ ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഫേവറിറ്റിസം ഉള്ള ആളും ആവരുത്. ഫേവറിറ്റിസം എന്ന് പറഞ്ഞാൽ സ്വജന പക്ഷപാതം എന്നൊക്കെയാണ് പറയുക. അതായത് സ്വന്തം ആളുകളോട് പിന്നെ എന്താ പറയുക, അവർക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാവരുത്. അത് മൊത്തത്തിൽ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെ ആയിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത്. ട്രഡീഷണലായിട്ടുള്ള പിന്നെ ചിന്താഗതിയിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. ഓക്കെ, അപ്പോൾ ഡാൻ്റെ, പെട്രാർക്ക്, മാക്കിയവെല്ലി, നിക്കോളോ മാക്കിയവെല്ലി, ഇവർ 3 ഫേമസ് ആയിട്ടുള്ള അവരുടെ കൃതികളാണ് നിങ്ങളവിടെ ഓർക്കേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പിന്നെ അതായത് ഈ കാലഘട്ടത്തിൽ വനിതകൾക്ക് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ റിനൈസൻസ് പീരീഡ് ആയപ്പോഴേക്ക് ഈ വനിതകളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരിക. അമംഗ് ദം നോട്ടബിൾ വാസ് എ ഹ്യൂമനിസ്റ്റ് ആൻഡ് റൈറ്റർ കസാൻഡ്ര ഫെഡലെ എന്നാണ് അവരുടെ പേര്. മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടുള്ള വനിതകളുടെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ളതാണ് ആര്? കസാൻഡ്ര ഫെഡലെ എന്ന് പറയുന്ന വനിത കേട്ടോ. അവരുടെ പ്രാധാന്യം എന്ന് വെച്ചാൽ അവർ ഉന്നത വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് നൽകുന്നതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് അവരുടെ രചനകളിൽ, പ്രസംഗങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ആളാണ്. പിന്നെ അതുപോലെ തന്നെ പ്രഭുക്കളൊക്കെ ആയിട്ട് നല്ല ആശയവിനിമയം നടത്തിയിട്ടുള്ളവർ പിന്നെ പ്രസിദ്ധീകരണങ്ങളൊക്കെ അച്ചടിച്ച് പ്രചരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ആ സ്ത്രീ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തവരായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പം മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സാഹിത്യകൃതികളൊക്കെ വ്യാപിക്കാൻ തുടങ്ങി. അതായത് സാഹിത്യകൃതികൾ വ്യാപിക്കുക എന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങളിലും ഇതേപോലുള്ള സാഹിത്യ കൃതികൾ രചിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില സാഹിത്യകാരന്മാരും അവരുടെ കൃതികളുമാണ് ഈ ടേബിളിൽ പറയുന്നത്. എറാസ്മസ് എന്ന് പറയുന്ന സാഹിത്യകാരൻ, നെതർലാൻഡുകാരനായിട്ടുള്ള സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇൻ പ്രൈസ് ഓഫ് ഫോളി. എറാസ്മസ് എന്ന് പറയുന്ന സാഹിത്യകാരൻ്റെ പ്രത്യേക വർക്കാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അതേപോലെ ജെഫ്രി ചോസർ, അദ്ദേഹത്തിൻ്റെത് കാൻറ്റർബറി ടെയിൽസ് ആണ്. ഇംഗ്ലണ്ടുകാരൻ ആണ്. കാൻറ്റർബറി കഥകൾ എന്ന് പറയുന്ന ജെഫ്രി ചോസറിൻ്റെ കഥകളുണ്ട്. തോമസ് മോർ, ഉട്ടോപ്യ, അത് ഇംഗ്ലണ്ടുകാരനാണ്. ഇംഗ്ലണ്ടിലുള്ള തോമസ് മോറിൻ്റെ കൃതിയാണ് ഉട്ടോപ്യ. അതേപോലെ സ്പെയിനിലുള്ള മിഗൽ ഡെ സെർവാൻറ്റെ എന്ന് പറയുന്ന മിഗൽ ഡെ സെർവാൻറ്റെ, അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഡോൺ കിക്സാട്ട്. ഡോൺ കിക്സാട്ട്, മലയാളത്തിൽ ഡോൺ കിഹോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കിഹോട്ട്. പിന്നെ മറ്റൊന്നാണ് ഫ്രാൻസ റെബലെ. ഫ്രാൻസ റെബലേസ്, അദ്ദേഹത്തിന് ഫ്രാൻസിൽ ഉള്ള ഒരു സാഹിത്യകാരനാണ്. ഗർഗാൻഡ ആൻഡ് പെൻറ്റഗ്രുവൽ, അതാണ് 2 സാഹിത്യകൃതികൾ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഹ്യൂമനിസത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള സാഹിത്യകൃതികളായിരുന്നു ഈ റിനൈസൻസ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഈ മാച്ച് ദ കോളം കൊടുക്കാൻ പറ്റിയ എ വിത്ത് ബി എന്നോ അങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇറാസ്മസ്, ഇൻ പ്രൈസ് ഓഫ് ഫോളി, ജെഫ്രി ചോസർ, കോൺട്രബറി ടെയിൽസ്, തോമസ് മോർ, ഉട്ടോപ്യ, മിഗൽ ഡി സെർവാൻറ്റസ്, ഡോൺ കിക്സോട്ട്, ഫ്രാങ്കോ റെബലേസ്, ഗർഗാൻഡ ആൻഡ് പെൻറ്റഗ്രൽ. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ.